പീഡന പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ കേസ്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും കയ്യേറ്റം ചെയ്തതിനും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസ്. സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ കടന്നുപിടിച്ചെന്ന ആലുവ സ്വദേശിയായ നടിയുടെ മൊഴിയിൽ കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. കെ അരുൺകുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, എപ്പോഴാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്? എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? 7 പേർക്കെതിരെ, അതായത് നടന്മാർ ഉൾപ്പെടെ 7 പേർക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച നടിയിൽ നിന്നും ഇന്നലെ 2 IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിശദമായുള്ള മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ആ മൊഴി രേഖപ്പെടുത്തൽ അവസാനിച്ചത്. അതിനു മുമ്പ് തന്നെ ഈ ജയസൂര്യക്കെതിരായ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വച്ച് ഉള്ള ഷൂട്ടിങ്ങിനിടെ ആണ് തനിക്കെതിരെ ലൈംഗിക അതിക്രമം നേരിട്ടേണ്ടി വന്നതെന്നുള്ള വിശദമായ മൊഴി ആ നടി നൽകുകയുണ്ടായി. ഒരു പ്രത്യേക ദൂതൻ മുഖേന ഈ മൊഴി തിരുവനന്തപുരത്തേക്ക് അന്വേഷണ സംഘം കൊടുത്തയക്കുകയായിരുന്നു. രാത്രി ഒരു 11 മണിയോടുകൂടി ഈ മൊഴിപ്പകർപ്പ് കന്റോൺമെന്റ് പോലീസിന് ലഭിച്ചു. അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ മൊഴി ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ കേസെടുക്കേണ്ട സാഹചര്യമുണ്ടെന്നുമുള്ള അറിയിപ്പ് കമ്മീഷണർ നൽകിയിരുന്നു. മൊഴി എത്തിയ ഉടൻ തന്നെ കേസെടുക്കുകയാണ് ഉണ്ടായത്. 12 മണിയോടുകൂടി തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ജയസൂര്യക്കെതിരെ ലൈംഗിക അതിക്രമണത്തിന് FIR രജിസ്റ്റർ ചെയ്യാണ് ചെയ്തത്. നടൻ ജയസൂര്യക്കെതിരെ കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം മൊത്തം 9 പേരാണ് ഇതായിട്ടുള്ളത്. മെയിനായിട്ട് 9 ആൾക്കാരുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച്, 2013 ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞു. ആ വിക്ടിമായിട്ടുള്ള വ്യക്തി വാർണിംഗും കൊടുത്ത് പിന്നെന്താ, ഞങ്ങൾ നല്ല സൗഹൃദവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 2019 വരെ ഈ പറയുന്ന നടന്റെ പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇടുകയും ഭയങ്കര സൗഹൃദമായപ്പം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്ന വ്യക്തിയാണ്. ആ കൂട്ടത്തിൽ തനിക്കുണ്ടായ ഒരു ഇൻസിഡന്റ് പറഞ്ഞു. ഇൻസിഡന്റ് പേര് പറഞ്ഞില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ കുടുംബവും കാര്യങ്ങളും കുട്ടികളൊക്കെ ഉണ്ടോണ്ട് പേരും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞില്ല. ഇന്ത്യകളെല്ലാം കൊടുത്ത് അവസാനം കിടക്കുന്നു. എന്ത്, ഈ നടനല്ല എന്നുള്ള രീതി മെനഞ്ഞാന്ന് പറഞ്ഞു. ഈ നടന്റെ പേര് പറഞ്ഞു. പിന്നെ വേറെ വലിയ 2 നടന്മാരുടെ കാര്യം കൂടെ പറഞ്ഞു. എൻ്റെ പൊന്നോ, കമന്റ് സെക്ഷനിൽ പോലും അവന്മാരുടെ പേര് വന്നിട്ടില്ലായിരുന്നു സത്യത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇന്നലെ പണി പാളുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പോലീസ് വിളിച്ചപ്പോഴത്തേക്ക് കിടക്കുന്നു. ഈ നടനാണ് ഇങ്ങനെ ചെയ്തത്. വീണ്ടും നടൻ ജയസൂര്യയിലേക്ക് കാര്യങ്ങൾ കടന്നു. എന്തായാലും കേസായിട്ടുണ്ട്. കേസായി കഴിയുമ്പം എന്താ പറയണ്ടേ, അവരുടെ 1 രൂപ പോലും എടുക്കാനില്ല കേസിന്. പിന്നെ ഞാൻ ധൈര്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് അവരെന്തായാലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അവർക്ക് മോശമായിട്ടുള്ള കോളുകൾ കാര്യങ്ങൾ വരുന്നു, പല നമ്പറിൽ നിന്ന് ഭീഷണികൾ വരുന്നു. ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പം കേരളം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാവുമ്പോൾ ഇതുപോലുള്ള, അതായത് ചർച്ചയിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഈ സമയത്ത് ആരെങ്കിലും വിളിക്കുവോ? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്. ഈ സമയത്ത് വിളിച്ചിട്ട് അത് ചെയ്യരുത്, അല്ല ഇങ്ങനെയാണ്, അതിങ്ങനെ പണി കിട്ടും എന്നൊക്കെ ആരെങ്കിലും പറയൂ? അഥവാ വിളിക്കുന്നവനാണെങ്കിൽ ഇവരോട് അത്രയ്ക്കും ക്ലോസ് ആയിട്ടുള്ളവരല്ലേ വിളിക്കൂ. എന്തോ ഒരുപാട്, കാരണം ഈ ഒരു ജയസൂര്യയുടെ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഒരു കൺഫ്യൂഷനാണ് നമുക്ക് സത്യം പറഞ്ഞാൽ. പറഞ്ഞ വ്യക്തി ഒരു സ്റ്റാൻഡില്ല. അതാണ് ഒന്നാമത്തെ വിഷയം. ഓക്കെ, ഇനിയിപ്പം നടൻ മുകേഷിനെതിരെയും കേസ്, അതും നമുക്കൊന്ന് കണ്ടു നോക്കാം. മുകേഷ് MLAക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കൊച്ചി മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അഖില നന്ദകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അഖില, 4 നടന്മാർ ഉൾപ്പെടെ 7 പേർക്കെതിരെ നടി നൽകിയ പരാതി, അതിൽ ജയസൂര്യക്കെതിരെ കേസെടുത്ത വിവരം ഈ ബുള്ളറ്റിന്റെ തുടക്കത്തിൽ നമ്മൾ നൽകിയതാണ്. ഇപ്പോൾ മുകേഷ് MLAക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത വരുമ്പോൾ വിവരങ്ങൾ എങ്ങനെയാണ്? അഖില, അസാധാരണമായിട്ടുള്ള അതിവേഗ നടപടികളിലൂടെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നടന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി 11 മണിവരെയാണ് 2 മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥർ ഈ ആലുവയിലെ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ കൊച്ചി മരട് പോലീസാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ മരടിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു, സിനിമയിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്താണ് തനിക്കെതിരെ ഈ ലൈംഗിക അതിക്രമ പീഡനം നടന്നതെന്നാണ് നടിയുടെ മൊഴി നൽകിയിരിക്കുന്നത്. അത് പ്രകാരമാണ് ഇപ്പോൾ മരട് പോലീസാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി
മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചു, ലൈംഗിക അതിക്രമം തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ മുകേഷിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ സംഭവമെല്ലാം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ ഒരു തരത്തിൽ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായത്. അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് എൽദോസ് കുന്നപ്പള്ളി അടക്കം പ്രതിപക്ഷത്തെ MLA-മാർക്ക് സമാന ആരോപണമുണ്ടായിരുന്നു. അവരൊന്നും രാജിവെച്ചൊഴിഞ്ഞിട്ടില്ല. മന്ത്രിസ്ഥാനമാണെങ്കിൽ മാത്രം പദവിയിൽ നിന്ന് ഒഴിഞ്ഞാൽ മതി. MLA ആണെങ്കിൽ ഈ വിചാരണ നേരിട്ട് പിന്നീട് കുറ്റക്കാരനാണെങ്കിൽ മാത്രം പദവിയിൽ നിന്ന് മാറിയാൽ മതി എന്നൊരു നീക്കമാണ് സർക്കാർ പാർട്ടി തലങ്ങളിൽ നിന്നുണ്ടായത്. എന്തായാലും അത് ഇനി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. പ്രധാനമായും 7 പേർക്കെതിരെയാണ് ഈ നടിയുടെ പരാതി വന്നിരിക്കുന്നത്. അവർ അതിൽ 7 പേർക്കെതിരെയായി നടി കൊടുത്തിരിക്കുന്നത്. അതിലെ ഇടവേള ബാബു, മണിയംപിള്ള രാജു, ഈ പറയുന്ന മുകേഷ്, ജയസൂര്യ, പിന്നെ എന്താ പറയണ്ടേ, ഒരു കോൺഗ്രസ് നേതാവുണ്ട്, പിന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണോ, വിമലോ ഷിജുവോ, അങ്ങനെയുള്ള കുറേ 2 ടീംസുകളുണ്ട്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. ഇപ്പം പാർട്ടി എടുത്ത തീരുമാനം എന്താന്ന് പറഞ്ഞാൽ കുറ്റക്കാരനാണെങ്കിൽ രാജിവെച്ചാൽ മതി. അല്ല, ആ ഒരു കാര്യത്തിലാണ് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഒരു പാർട്ടിയിൽ ഇത് ചെയ്യുന്ന ഒരാളാണ്, ഒരു സ്ഥാനമുണ്ട്. ഇതിൻ്റെ പേരിൽ ഇപ്പം ഞാനിത് പറയുന്നു പറഞ്ഞ് ഏറി കയറ്റാനോ ചിലപ്പോൾ സസ്പെൻഷൻ തന്നാലോ നമുക്കൊരു വിഷയമൊന്നുമില്ല. കാരണം ഇതുകൊണ്ടൊന്നുമല്ല ഞാൻ കഴിഞ്ഞു പോകുന്നത്. പക്ഷെ ഇഷ്ടമാണ്, പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഞാൻ എൻ്റെ തീരുമാനം, എൻ്റെ നിലപാട് അന്നും ഇന്നും ഒരുപോലെ തന്നെ ആയിരിക്കും. കുറ്റക്കാരനാണെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഗ്രൂപ്പുകളിലൊക്കെ വരുന്നുണ്ട്, ഇറങ്ങണം, എതിരെ പോകണം, കൊല്ലത്ത് പോകണം, അവിടെ പ്രതിഷേധം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ വരാറുണ്ട്. നമ്മുടെ ഗ്രൂപ്പുകാരനാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പോകാം. അല്ലാതെ ചെന്നിട്ട് ഇതുപോലെ വെറുതെ ഒരു ആളിക്കത്തിൽ ഒരു ഇതുണ്ടാക്കി അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യവും കാര്യങ്ങളൊന്നുമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷയ്ക്ക് തന്നെ വിടണം. പിന്നെ മറിച്ചാണെങ്കിൽ എന്ത് ചെയ്യും? ഇതെല്ലാം വെറും ആരോപണം മാത്രമാണെങ്കിൽ എന്ത് ചെയ്യും? തിരിച്ച് അവർക്കെതിരെ കേസെടുക്കാൻ പറ്റുമോ? അതും വകുപ്പില്ല. പറയേണ്ടവർക്ക് പറയാം, ആ കേസ് അവിടെ തള്ളിപ്പോകത്തുള്ളൂ. അവർക്കെതിരെ കേസെടുക്കാൻ പറ്റുമോ? നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞു പോട്ട് ഇവർക്കൊക്കെ എതിരെ കേസെടുക്കാൻ പറ്റണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അത് നടക്കൂല. അപ്പം ഞങ്ങളും ഇന്നലെ ഫ്രണ്ട്സും, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ബിനു ചേട്ടന്, ഇടയ്ക്കൊക്കെ ലൈവ് വരത്തില്ല, ഞങ്ങളും പരസ്പരം ഇരുന്നൊക്കെ സംസാരിക്കും. അനി അതൊന്നും നടക്കത്തൊന്നുമില്ല. പിന്നെ നമുക്കിരുന്ന് പറയാം, അത്രേ ഉള്ളൂ. കുറേ ചീത്തപ്പേരും കാര്യങ്ങളും. ഈ ഇടയ്ക്ക് ദിലീപ് എന്നുണ്ടായ വിഷയങ്ങളും കാര്യങ്ങളും 7 വർഷം കൊണ്ടങ്ങോട്ട് ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ പറയുന്ന ജയസൂര്യ, മുകേഷ്, സിദ്ദിഖ്, രഞ്ജിത്ത്, അങ്ങനെ ഇടവേള ബാബു, എല്ലാവരുടെയും പേരുകൾ ഇങ്ങനെ വന്ന് പോകുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പം പ്രമുഖരായ നടിമാരൊക്കെ ഉണ്ട്, അവർക്ക് മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അവിടെ ഇവിടെയും WCCയും അതിനും ഇതിനുമൊക്കെ വാതോരം പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ മെയിനായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഇൻസിഡൻ്റ് ഉണ്ട്. അവരെന്തുകൊണ്ട് പേര് പെടുത്തുന്നില്ല? അതോ ഇവർ ഇപ്പം കാണിച്ച ഇവർ കാണിക്കുന്ന ധൈര്യം പോലും എന്താ അവർ കാണിക്കാത്ത? ഞാൻ ആലോചിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, എന്തായാലും ഈ വന്ന് പറഞ്ഞ വ്യക്തികളുടെയൊക്കെ കാരണം ഓക്കെ, അതായത് രണ്ടാമത് വന്ന ആൾ പിന്നെയും കുഴപ്പമില്ല, പേര് സഹിതം എടുത്ത് സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. ആദ്യം വന്നത് ഭയങ്കര സ്റ്റാൻഡ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, മാറ്റി പറയുന്നു, പിന്നെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ അത് മാറ്റി പറയുന്നു വേറെ രീതിയിലാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യാം. ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ് സത്യത്തിൽ. ഓക്കെ, അതാരും അങ്ങനെ കണ്ടതുമില്ല. എന്തായാലും ഞാൻ ഒരെണ്ണം വേറെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി തരാം. അപ്പോൾ ഓരോ വ്യക്തിയുടെ ഞാനൊരു പറയാം, പെൺകുട്ടിക്ക് നീതി മേടിച്ചു കൊടുക്കാനാ വരുന്നെങ്കിൽ എന്താ പറയണ്ടേ, നേരെ വാ നേരെ പോ, അങ്ങനെയുള്ളവരെ വരാവുള്ളൂ, അല്ലാത്തവർ വരരുത് ദയവ് ചെയ്ത്. ഓക്കെ, എന്തായാലും വലിയ വലിയ കൊമ്പന്മാരുടെ ഓരോ ഇടിവുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഡസ്ട്രിയിൽ ഇതും ഇതിൻ്റെ അപ്പുറം കാണുമായിരിക്കാം. അതെല്ലാം പുറത്തു വരട്ടെ, സത്യങ്ങൾ പുറത്തു വരട്ടെ, അല്ലാതെ വെറുതെ ആവരുത്. കാരണം ഇന്ന് പറയുന്ന നാളെ മാറ്റി പറയുന്ന അങ്ങനെയുള്ളവരോടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം പലതും കണ്ടോണ്ടാണ് ഞാനീ പറയുന്നത്. ഓക്കെ ഗൈസ്, ബൈ, ലവ് യു ഓൾ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സംബന്ധിച്ച്